മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വരും ദിവസങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. കണ്ണൂരിൽ പാനൂരിൽ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ CPMന് വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് കിറ്റക് സാബു ഉയർത്തിയിരിക്കുന്ന ഗൗരവമുള്ള ആരോപണങ്ങൾ. ഇതിനിടെ മുഖ്യമന്ത്രിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും CPMനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പൊതുജനങ്ങളും രംഗത്ത് വന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ CPM പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇതിനിടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് കാസർഗോഡ് LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന് കാരണം കാണിക്കൽ നോട്ടീസ്. 48 മണിക്കൂറിൽ മറുപടിയില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നുള്ള നോട്ടീസ്. അങ്ങനെ പലയിടത്തും CPMന് ചോദ്യങ്ങൾ നിരവധിയാണ്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ചതും CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടതും CPMന് കുരുക്കായി മാറിയിരിക്കുകയാണ്. കൊല്ലപ്പെട്ടയാൾക്കും പരിക്കേറ്റവർക്കും പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്നും മറ്റും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ വാദിച്ചാലും ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ പാർട്ടി നന്നേ കഷ്ടപ്പെടുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും വ്യാപകമായി കള്ളവോട്ട് ചെയ്യിക്കാനുമുള്ള വഴിവിട്ട നടപടികളുടെ ഭാഗമാണ് ബോംബ് നിർമ്മാണമെന്നാണ് എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണം. പണ്ടും തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവർ അക്രമം അഴിച്ചുവിട്ടിരുന്നത് ഇങ്ങനെ തന്നെയാണെന്ന് എതിർ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും പറയുന്നു. മരിച്ചയാൾ പാർട്ടി പ്രവർത്തകനാണ്. നിരവധി കേസുകളിൽ പ്രതിയാണ്. ഗുരുതരമായി പരിക്കേറ്റയാൾ CPM ലോക്കൽ കമ്മിറ്റി നേതാവിന്റെ മകനാണ്. മാത്രമല്ല പ്രതി മുൻമന്ത്രി KK ശൈലജയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. പാനൂർ CPMന്റെ കോട്ടയാണ്. മറ്റേത് പാർട്ടിക്കാരനും ആശങ്കയുടെ മാത്രം കയറുന്ന മേഖല. അവിടെ പണിതുകൊണ്ടിരുന്ന വീടിന്റെ ടെറസിൽ സ്ഫോടനമുണ്ടായി. അതിനാൽ മറ്റേതെങ്കിലും പാർട്ടിക്കാരന്റെ തലയിൽ വെച്ച് കിട്ടാനുള്ള ശ്രമം വിജയിക്കില്ല. അതിനാലാണ് പ്രതികളെ തങ്ങൾ മുൻപ് പുറത്താക്കിയതാണെന്ന ക്യാപ്സൂളുമായി നേതാക്കൾ ഇറങ്ങിയത്. പക്ഷേ ആ വാദവും പൊളിഞ്ഞു എന്നാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ആരോപിക്കുന്നത്. ഏതായാലും തിരഞ്ഞെടുപ്പ് അരികെ പാനൂരിലെ ബോംബ് സ്ഫോടനം CPM പ്രതിരോധത്തിൽ എന്ന് തന്നെയാണ് മാധ്യമ തലക്കെട്ടുകളും. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനം CPMനെ പ്രതിരോധത്തിലാക്കി. ബോംബുണ്ടാക്കി ആക്രമണം നടത്താനും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും CPM ഒരുങ്ങുകയാണെന്ന ആരോപണം UDFും BJPയും ഉയർത്തിക്കഴിഞ്ഞു. പ്രചാരണത്തിൽ CPMനെതിരെ ഈ വിഷയം ഇനിയുള്ള ദിവസങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്നതിലും സംശയമില്ല. സ്ഫോടനവുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാനാണ് CPMന്റെ ശ്രമം. സ്ഫോടനത്തിൽ ഉൾപ്പെട്ട പ്രവർത്തകരെ നേരത്തെ തന്നെ തള്ളി പറഞ്ഞതാണെന്നും CPM പറയുന്നു. എന്നാൽ ബോംബ് നിർമ്മാണത്തിനിടയിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഒരു പ്രവർത്തകൻ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് നിസ്സാര സംഭവമല്ല. തെരഞ്ഞെടുപ്പിൽ ഇത് ചെറുതായെങ്കിലും ബാധിക്കുമോ എന്ന ആശങ്ക പാർട്ടിക്കുണ്ട്. പ്രത്യേകിച്ചും തീക്ഷ്ണമായ മത്സരം നടക്കുന്ന വടകര, കണ്ണൂർ മണ്ഡലങ്ങളിൽ. ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത്. ഹിറ്റ്ലർ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ പ്രൊപ്പഗൻഡ മന്ത്രിയായി ഗീബൽസിന് പകരം പിണറായി വിജയനെ നിയമിക്കുമായിരുന്നുവെന്നാണ് മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി ഉപനേതാവ് MK മുനീർ പറഞ്ഞത്. മുഖ്യമന്ത്രിയെ പോലെ കാപട്യമുള്ള മനുഷ്യനെ കണ്ടിട്ടില്ല. ചോര നക്കി കുടിക്കാൻ പറ്റുമോ എന്നാണ് മുഖ്യമന്ത്രി നോക്കുന്നത്. പൗരത്വ വിഷയത്തിലൊക്കെ എത്ര നുണകളാണ് പിണറായി വിജയൻ ആവർത്തിക്കുന്നത്. അന്ധമായ കോൺഗ്രസ് വിരോധമാണ് CPMന്റെ എക്കാലത്തെ മുഖമുദ്രയെന്നും MK മുനീർ പറഞ്ഞു. കേരളത്തിൽ 20ൽ 20 നേടുന്ന ഇന്ത്യ മുന്നണി 300ലേറെ സീറ്റുമായി അധികാരത്തിൽ വരും. പൂരപ്പറമ്പിലെ മുച്ചീട്ട് കളിക്കാരന്റെ റോൾ മാത്രമേ CPMനുള്ളൂവെന്നും മുനീർ പരിഹസിച്ചു. ഇതിനിടെ ബോംബ് എങ്ങനെ തെരഞ്ഞെടുപ്പ് സാമഗ്രി ആയെന്ന് ചോദിച്ചുകൊണ്ട് ഷാഫി പറമ്പിലും രംഗത്ത് വന്നു. പ്രതികളുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നാണ് KK ശൈലജ പറയുന്നത്. പാനൂരിലെ ബോംബ് സ്ഫോടനം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പിൽ ബോംബ് വെച്ച് എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് CPM നേതൃത്വം വ്യക്തമാക്കണമെന്ന് വടകര മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു. ബോംബ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് സാമഗ്രിയായത്? ബോംബ് കയ്യിലിരുന്ന് പൊട്ടിയില്ലായിരുന്നെങ്കിൽ ആർക്കെതിരെ ഉപയോഗിക്കാനായിരുന്നു ലക്ഷ്യമിട്ടതെന്നും ഷാഫി ചോദിച്ചു. അതേസമയം പാനൂർ സ്ഫോടനത്തിൽ പാർട്ടിക്കെതിരെ ഉയർന്ന ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് CPM. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിനൊപ്പമുള്ള ചിത്രത്തെക്കുറിച്ച് വിശദീകരണവുമായി വടകരയിലെ CPM സ്ഥാനാർത്ഥി KK ശൈലജയും രംഗത്തെത്തി. പല പരിപാടികളിലും പലരും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാറുണ്ടെന്നും ശൈലജ പറഞ്ഞു. പാർട്ടിക്കും തനിക്കും പ്രതികളുമായി ബന്ധമില്ല. അവർക്ക് CPMനേക്കാൾ മറ്റു പലരുമായാണ് ബന്ധം. അതെന്തെന്ന് താൻ ഇപ്പോൾ പറയുന്നില്ല. UDFന് മറ്റൊന്നും പറയാനില്ലെന്നും KK ശൈലജ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറ്റൊരു തട്ടിപ്പ് കൂടി തുറന്നു കാട്ടുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ സാബു ജേക്കബിന്റെ രംഗപ്രവേശം. ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിയ ആഗോള വ്യവസായ സംഗമം ഉൾപ്പെടെയുള്ള പദ്ധതികൾ വൻ തട്ടിപ്പായിരുന്നുവെന്നും എല്ലാ പദ്ധതികളും തന്റെ ആശയമായിരുന്നുവെന്നുമുള്ള വെളിപ്പെടുത്തലുമായാണ് 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് വന്നിരിക്കുന്നത്. 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതി വെറുതെ പ്രഖ്യാപിക്കുകയായിരുന്നുവെന്നും താൻ കൂടി ഇരുന്ന് എഴുതി കൊടുത്ത കണക്ക് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായതെന്നും സാബു ജേക്കബ് വെളിപ്പെടുത്തി. ഒരു പ്രഖ്യാപനവും നടപ്പായില്ല. ഒരു വഴിപാട് പോലെ പദ്ധതികൾ പ്രഖ്യാപിച്ച് പണം അടിച്ചു മാറ്റുകയാണെന്ന് സാബു ജേക്കബ് ആരോപിച്ചു.
കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച കിറ്റക്സിനെയും അന്ന അലുമിനിയത്തെയും ഇടത് വലത് മുന്നണികൾ നിരന്തരം ആക്രമിച്ചുവെന്നും തനിക്ക് വേണ്ടി ആരും ശബ്ദമുയർത്തിയില്ലെന്നും സാബു ആരോപിച്ചു. സംസ്ഥാനത്തെ എല്ലാ മുന്നണികൾക്കും താൻ പണം കൊടുത്തിട്ടുണ്ടെന്നും ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയും അതിൽ ഉൾപ്പെടുമെന്നും സാബു ജേക്കബ് വെളിപ്പെടുത്തിയതും CPM-നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. എന്നിട്ടും തനിക്കെതിരെ വൃത്തികേട് വിളിച്ചു പറയുകയാണ്. എല്ലാ മുന്നണികളുടെയും നേതാക്കളുടെയും പിന്തുണ നേടി വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഇത്തവണ ആരും പിരിവിന് വന്നില്ലെന്നും സാബു ജേക്കബ് പറഞ്ഞു.